ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ചതുർവിംശോധ്യായം. ഇതിൽ 63-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കത് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ചതുർവിംശോധ്യായ. മൈത്രേയ ഉവാച. വിജിതാശ്വോധിരാജാസിൽ പൃഥുപുത്ര പൃഥുശ്രവാഹ യവീയോഭ്യോ ദദാൽകാഷ്ഠ ഭ്രാതൃഭ്യോ ഭ്രാതൃവത്സലഃ ഹര്യക്ഷായാദിശത് പ്രാചീം ധൂമ്രകേശായ ദക്ഷിണാം പ്രതീജിം മൃഗസംജ്ഞായ തുര്യാം ദ്രവിണസേ വിഭുഃ അന്തർധാനഗതിം ശക്ര ലബ്ധ്വാന്തർധാന സപ്നിതഃ അപത്യത്രയമാധത്ത ശിഖണ്ഡിന്യാം സുസമ്മതം പാവകപവമാനശ്ച ശുചിരിത്യഗ്നയ പുരാ വസിഷ്ഠശാപാദുത്പന്നാഃ പുനര്യോഗഗതിം ഗതാഃ അന്തർധാനോ നഭസ്വത്യാം ഹവിർധാനമവിന്ദത യ ഇന്ദ്രമശ്വ ഹർത്താരം വിദ്വാനപി ന ജഘ്നിവാൻ രാജ്ഞാം വൃത്തിം കരാദാനദണ്ഡശുൽക്കാദിദാരുണാം മന്യമാനോ ദീർഘസത്രവ്യാജേന വിസസർജഃ തത്രാഭിഹംസം പുരുഷം പരമാത്മാനമാത്മദൃക് യജംസ്തം ലോകതാമാപാകുശലേന സമാധിനാ ഹവിർധാനാദ്ധവിർധാനീ വിദുരാസൂദഷട്സുതാൻ ബർഹിഷദം ഗയം ശുക്ലം കൃഷ്ണം സത്യം ജിതവ്രതം ബർഹിഷത്സു മഹാഭാഗോ ഹാവിർധാനി പ്രജാപതി ക്രിയാകാണ്ഡേഷു നിഷ്ണാതോ യോഗേഷു ച കുരുദ്വഃ യസ്യേദം ദേവയജനമനുയജ്ഞം വിതന്വതഃ പ്രാചീനാഗ്രീഃ കുശൈരാസീദാസ്ത്രിതം വസുധാതലം സാമുദ്രീം ദേവോക്തമുപയേമേ ശതദ്രുതിം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ഠലംകൃതാം പരിക്രമന്തീമുദ്വാഹേ ചകമേ അഗ്നിശുകീമിവ വിബുധാസുരഗന്ധർവമുനിസിദ്ധനരോരഗാ വിചിതാഃ സൂര്യാദിക്ഷു കൊണയന്തീവ നൂപുരൈഃ പ്രാചീനബർഹിഷപുത്രാഃ ശതദ്രുത്യാം ദശാഭവൻ തുല്യനാമവ്രതാഃ സർവേ ധർമ്മസ്നാതാഃ പ്രചേതസഃ പിത്രാദിഷ്ടാഃ പ്രജാസർഗേ തപസേ അർണവമാഭിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചം തപസ്പതിം യദുക്തം പഥിതൃഷ്ടേന ഗിരിശേന പ്രസീദത തദ്ധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഃ. വിദുര ഉവാച പ്രചേതസാം ഗിരിത്രേണ യഥാസീത് പതിസംഗമഃ യദുദാഹ ഹരപ്രീതസ്തന്നോ ബ്രഹ്മൻ വദാർത്ഥവത് സംഗമഃ ഖലു വിപ്രശ്രേ ശിവേനേക ശരീരിണാം ദുർലഭോ മുനയോ ദദ്ധ്യുരസംഗാദ്യമഭീപ്സിതം ആത്മാരാമോപി യസ്ത്വസ്യ ലോകകൽപസ്യ രാധസേ ശക്തിയായുക്തോ വിചരതി ഘോരയാ ഭഗവാൻ ഭവഃ. മൈത്രേയ ഉവാച. പ്രചേതസ പിതുർവാക്യം ശിരസാദായ സാധവഃ ദിശം പ്രതീജിം പ്രയയുസ്തപസ്യാദൃതചേതസഃ സമുദ്രമുപവിസ്തീർണമപശ്യൻ സുമഹത്സരഃ മഹന്മനൈവ സ്വച്ഛം പ്രസന്നസലിലാശയം നീലരക്തോൽപലാംഭോജകൽഹാരേന്ദീവരാകരം ഹംസസാരസചക്രാഹ്വ കാരണ്ഡവനികൂജിതം മത്തഭ്രമരസൗസ്വർയ ഹൃഷ്ടരോമലതാംഘ്രിപം പത്മഘോഷരജോദിക്ഷു വിക്ഷിപത്പവനോത്സവം തത്ര ഗാന്ധർവമാകർണ്യ ദിവ്യമാർഗമനോഹരം വിസിസ്മ്യൂ രാജപുത്രാസ്തേ മൃദംഗപണവാദ്യനു തർഹ്യേവ സരസസ്തസ്മാൻ നിഷ്ക്രാമന്തം സഹാനുഗം ഉപഗീയമാനമരപ്രവരം വിബുധാനുഗൈഃ തപ്തഹേമനികായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ്യ പ്രണേമുർജാതകൗതുകാഃ സതാൻ പ്രപന്നാർത്തിഹരോ ഭഗവാൻ ധർമ്മവത്സലഃ ധർമ്മജ്ഞാൻ ശീലസമ്പന്നാൻ പ്രീതാനുവാചഃ. ശ്രീരുദ്ര ഉവാച. യൂയം വേദിഷദപുത്ര വിദിതം വശ്ചികീർഷിതം അനുഗ്രഹായ ഭദ്രം വ ഏവം മേ ദർശനം കൃതം യഃ പരം രംഭസ സാക്ഷാൽ ത്രിഗുണാജ്ജീവസംജ്ഞിതാത് ഭഗവന്തം വാസുദേവം
പ്രപന്നഃ സപ്രിയോ ഹി മേ. സ്വധർമ്മനിഷ്ഠശതജന്മഭിः പുമാൻ വിരിഞ്ചതാമേതി തതഃപരം ഹി മാം അവ്യാകൃതം ഭാഗവതോഥ വൈഷ്ണവം പദം യഥാഹം വിബുധാഃ കലാത്യേ. അഥ ഭാഗവതായൂയം പ്രിയാഃ സ്ഥ ഭഗവാൻ യഥാ ന മദ്ഭാഗവതാനാം ച പ്രയാനന്യോസ്തി കർഹിചിൽ. ഇദം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ചാപി ശ്രൂയതാം തദ്വദാമി വഹാം. മൈത്രേയ ഉവാച ഇത്യനുക്രോശഹൃദയോ ഭഗവാനാഹതാൻ ശിവ ബദ്ധാഞ്ജലിൻ രാജപുത്രാൻ നാരായണ പരോവചഃ. ശ്രീരുദ്ര ഉവാച ജിതം താത്മവിദ്ധുര്യസ്വസ്തയേ സുസ്ഥിരസ്തു മേ ഭവതാരാധസാരാധം സർവസ്മാത്മനേ നമഃ. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ സംകർഷണായ സൂക്ഷ്മായ ദുരന്തായാന്തകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായാന്തരാത്മനെ. നമോ നമോ നിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനെ നമഃ പരമഹംസായ പൂർണ്ണായ നിഭൃതാത്മനെ. സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷദേ നമഃ. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ. നമ ഊർജൈഷേത്രയ്യാഃ പതയേ രത്നരേതസേ തൃപ്തിദായ ച ജീവാനാം നമഃ സർവരസാത്മനെ. സർവസത്വാത്മദേഹായ വിശേഷായ സ്ഥവീയസേ നമസ്ത്രൈലോക്യപാലായ സഹ ഓജോബലായ ച. അർത്ഥലിംഗായ നഭസേ നമോ അന്തർബഹിരാത്മനെ നമഃ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ. പ്രവൃത്തായ നിവൃത്തായ പിതൃദേവായ കർമ്മണേ നമോ ധർമ്മവിപാകായ മൃത്യവേ ദുഃഖദായ ച. നമസ്തേ ആശിഷാമീശമനവേ കാരടാത്മനെ നമോ ധർമായ ബൃഹത്തെ കൃഷ്ണായ ഗുണ്ഠമേധസേ പുരുഷായ പുരാണായ സാംഖ്യയോഗേശ്വരായ ച. ശക്തിത്രയസമേതായ മീഢുഷേഹംകൃതാത്മനെ ചേതാകൂതിരൂപായ നമോ വാചോ വിഭൂതയേ. ദർശനം നോദിദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയഗുണാഞ്ജനം. സ്നിഗ്ധപ്രാവൃഢനശ്യാമം സർവസൗന്ദര്യസംഗ്രഹം ചാർവായതചതുർബാഹും സുജാതരുചിരാനനം പത്മകോശപലാശാക്ഷം സുന്ദരഭ്രൂസുനാസികം സുദ്വിജം സുഖപോലാസ്യം സമകർണവിഭൂഷണം പ്രീതിപ്രഹസിതാപാംഗമണകൈരുപശോഭിതം രസൽപങ്കജകിഞ്ചൽക്കതുകൂലം മൃഷ്ടകുണ്ടലം സ്ഫുരത്കിരീടവലയഹാരനൂപുരമേഖലം ശംഖചക്രഗദാ പത്മമാലാമണ്യുക്തമർദ്ധിമത് സിംഹസ്കന്ധദ്വിഷോ ബിഭ്രത് സൗഭഗഗ്രീവകൗസ്തുഭം ശ്രിയാനപായിന്യാക്ഷിപ്ത നികഷാശ്മോ രസോല്ലസത് പൂരരേചകസംവിഘ്ന വലിവദ്ഗുദളോദരം പ്രതിസംക്രാമയദ്വിശ്വം നാഭ്യാവർത്തഗഭീരയാ ശ്യാമശ്രോണ്യധിരോജിഷ്ണുർദുകൂലസ്വർണമേഖലം സമചാർവാംഘ്രിജം ജംഘോരു നിമ്നജാനുസുദർശനം പദാശരത് പത്മപലാശരോജിഷ നഖദ്യുഭിർനോന്തരഘം വിധുൻവതാ പ്രദർശയ സ്വീയമപാസ്തസാധ്വസം പദം ഗുരോ മാർഗഗുരുസ്തമോജുഷാം. ഏതദ്രൂപമനുധ്യേയമാത്മശുദ്ധിമഭീപ്സതാം യദ്ഭക്തിയോഗോ ഭയദഃ സ്വധർമ്മമനുതിഷ്ഠതാം ഭവാൻ ഭക്തിമതാലഭ്യോ ദുർലഭഃ സർവദേഹിനാം സ്വാരാജ്യസ്യാപ്യഭിമത ഏകാന്തേനാത്മവിദ്ഗതി തം ദുരാരാധ്യമാരാധ്യ സതാമപി ദുരാപയ ഏകാന്തഭക്തിയാ കോ വാഞ്ചേത് പാദമൂലം വിനാബഹി യത്ര നിർവിഷ്ടമരണം കൃതാന്തോ നാഭിമന്യതേ വിശ്വം വിധ്വംസയൻ വീര്യശൗര്യ വിസ്ഫൂർജിതഭ്രുവാ.
ക്ഷണാർദ്ധേനാപി തുലയേ ന സ്വർഗം ന പുനർഭവം ഭഗവത്സംഗിസംഗസ്യ മർത്യാനാം കിമുദാശിഷഃ അധാനഘാഘ്രേസ്തവ കീർത്തി തീർത്ഥയോരന്തർബഹിർ സ്നാനവിധൂതപാത്മനാം ഭൂതേഷ്വനുക്രോശസുതത്വശീലിനാം സ്യാത് സംഗമോനുഗ്രഹ ഏഷ നസ്തവ നയസ്യ ചിത്തം ബഹിരർത്ഥ വിഭ്രമം തമോ ഗുഹായാം ച വിശുദ്ധ ആവിശത് യദ്ഭക്തിയോഗാനുഗൃഹീതമഞ്ജസ മുനിർവിജഷ്ടേനനു തത്ര തേ ഗതിം യത്രേദം വ്യജ്യതേ വിശ്വം വിശ്വസ്മിന്നവഭാതി യത് തത്വം ബ്രഹ്മപരം ജ്യോതിർ ആകാശമിവ വിസ്തൃതം യോ മായയേദം പുരുരൂപയാ സൃജത് ബിഭർത്തി ഭൂയക്ഷഭയത്യവിക്രിയഃ യദ്ഭേദബുദ്ധി സദിവാത്മദുസ്ഥയാ തമാത്മതന്ത്രം ഭഗവൻ പ്രതീമഹി ക്രിയാകലാപൈ ഇദമേവ യോഗിനഃ ശ്രദ്ധാൻവിതാഃ സാധു യജന്തി സിദ്ധയേ ഭൂതേന്ദ്രിയാന്തഃകരണോപലക്ഷിതം ഭൂതേന്ദ്രിയാന്തഃകരണോപലക്ഷിതം വേദേ ച തന്ത്രേ ച ത ഏവ കോവിദാഃ ത്വമേകാദ്യ പുരുഷഃ സുപ്തശക്തി സ്തയാ രജസ്സത്വതമോ വിഭിദ്യത്തെ മഹാനഹം ഖം മരുദഗ്നിവാർധരാഃ സുരർഷയോ ഭൂതഗണാ ഇദം യഥാ. ഇതുവരെയാണ് എടുത്തത്. അടുത്ത ശ്ലോകമാണ് ഇനി എടുക്കാനുള്ളത്, 64-ാമത്തെ ശ്ലോകം. അപ്പോൾ ഇവിടെ പറഞ്ഞു ത്വമേക ആദ്യ പുരുഷസുപ്തശക്തി. അങ്ങാണ് ആ ആദ്യൻ ആയിരിക്കുന്ന പുരുഷൻ, ആദ്യ പുരുഷൻ, ഏകനായിരിക്കുന്ന, അതുപോലെ സുപ്തശക്തി, ആ ലീനമായ അങ്ങയിലുള്ള ആ ശക്തി കൊണ്ട് രജസ്സത്വതമോ വിഭിദ്യത്തെ, രജസ് സത്വം തമസ് എന്നീ ഗുണത്രയമായിട്ട് അങ്ങനെ വിഭജിച്ച് കാണപ്പെടുന്നു. മഹാനകം, അങ്ങനെ മഹത്തായിരിക്കുന്ന മഹത്തത്വം. ഖം ഖം മരുദഗ്നിവാർധരാഹ, ആ പഞ്ചഭൂതങ്ങളായിരിക്കുന്ന മഹത്തത്വം, അഹങ്കാരം, പിന്നെ ആ പഞ്ചഭൂതങ്ങളായിരിക്കുന്ന മരുത്ത, അഗ്നി, വാർധര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി, ഇതൊക്കെ അവിടുന്ന് തന്നെയാണ്. എന്നിവയും സുരക്ഷയ, പിന്നെ ദേവന്മാർ, ഋഷിമാർ, ഭൂതഗണങ്ങൾ, ഇവയൊക്കെ ആയിട്ട് അങ്ങനെ വിഭജിക്കപ്പെട്ടതൊക്കെ അങ്ങ് തന്നെയാകുന്നു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ത്വമേകാദ്യ പുരുഷ സുപ്തശക്തിസ്തയാ രജസ്സത്വതമോ വിഭിദ്യത്തെ മഹാനഹം ഖം മരുദഗ്നിവാർധരാ സുരക്ഷയോ ഭൂതഗണാ ഇദം യതഃ. ഈ അടുത്ത ശ്ലോകം സൃഷ്ടം സ്വശക്തിയേതനുപ്രവിഷ്ടശ്ചതുർവിധം പുരാം ആത്മാംശകേന പുരമാത്മാംശകേന അധോ വിദുസ്തം പുരുഷം സന്തം അന്തർഭുങ്ക്തേ ഋഷീകൈർ മധുസാരഘം യഃ. സൃഷ്ടം സ്വശക്തിയേതമനുപ്രവിഷ്ടശ്ചതുർവിധം പുരമാത്മാംശകേന അധോ വിദുസ്തം പുരുഷം സന്തമന്തർഭുങ്ക്തേ ഋഷീകൈർമധുസാരഘം യഃ. അപ്പോൾ പിന്നെ ഇനി അങ്ങ് തൻ്റെ ആ മായാശക്തി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ 4 പ്രകാരത്തിലുള്ള ഈ ശരീരത്തെ ആത്മാംശത്തോടെ അതിൽ അനുപ്രവേശിച്ചവനായിട്ട് ആ ശരീരത്തിനുള്ളിൽ സ്വന്തം നിന്നുകൊണ്ട് തേനീച്ചകൾ സ്വരൂപിച്ചിരിക്കുന്ന ആ തേനെ എന്ന പോലെ യാതൊരാൾ ആ ഭോഗങ്ങളെ, ആ ഇന്ദ്രിയങ്ങളെ അനുഭവിക്കുന്നുവോ അതിനെ ആ ജീവാത്മാവായിട്ട് വിദുഹു അറിയപ്പെടുന്നു എന്നാണ്. അപ്പം അങ്ങ് സ്വന്തം ശക്തിയാകുന്ന മായാശക്തി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന 4 പ്രകാരത്തിലുള്ള ഈ ശരീരത്തെ ചതുർവിധം പുരമാത്മാംശകേന അപ്പോൾ 4 വിധത്തിലുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ജരായുജം, അണ്ടജം, ഉദ്ഭിജം, സ്വേദജം അങ്ങനെ വരുന്ന ജരായുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞുണ്ടാവണം, അല്ല പ്രസവിച്ചുണ്ടാവണം ജരായുജം. അണ്ടജം എന്ന് പറഞ്ഞാൽ മുട്ട വിരിഞ്ഞുണ്ടാവണത്. ഉദ്ഭിജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമിയിലുണ്ടാകുന്ന വൃക്ഷലതാദികൾ,
പിന്നെ സ്വേദജം എന്ന് പറഞ്ഞാൽ ഈ വിയർപ്പിൽ നിന്നുണ്ടാകും, കൊതുക് മൂട്ട തുടങ്ങിയിട്ടുള്ള അങ്ങനെ 4 വിധം ആ ശരീരങ്ങളെ, പുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം, ആ 4 വിധം ശരീരങ്ങളിൽ ആയിട്ട് ആ സൃഷ്ടിക്കപ്പെട്ട 4 പ്രകാരത്തിലുള്ള ആ ഈ ശരീരത്തെ അതിൽ ആത്മാംശമായിട്ട് അനുപ്രവേശിച്ചിട്ട് ആ ശരീരത്തിനുള്ളിൽ സ്വന്തം നിന്നുകൊണ്ട് തേനീച്ചകൾ സ്വരൂപിച്ച തേനിനെ എന്ന പോലെ യാതൊരാൾ ആ ഭോഗങ്ങളെ ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കുന്നുവോ അതിനെ ആ പുരുഷ ജീവാത്മാവ് എന്ന്, അതാണ് സൃഷ്ടം സ്വശക്തിയേതമനുപ്രവിഷ്ടം, സ്വന്തം ശക്തി കൊണ്ട് അതിൽ അനുപ്രവേശിച്ചിട്ട് ചതുർവിധം പുരമാത്മാംശകേന ആ 4 വിധത്തിലുള്ള ആ ശരീരങ്ങളിൽ ആത്മാംശമായിട്ട് അധോ വിദുസ്തം സ്വന്തമായിട്ട് ആ പുരുഷം സന്തമന്തർഭുങ്ക്തേ അതിനുള്ളിൽ ആ എപ്രകാരമാണോ ആ മധു ആ തേനീച്ച ശേഖരിക്കുന്ന അതുപോലെ അതിൽ നിന്നും ആ സ്വന്തം ആ ഭോഗങ്ങളെ ഭുജിച്ചുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളാൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അതിനെ ജീവാത്മാവ് എന്ന് അറിയപ്പെടുന്നു ആണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. അധോ പിന്നെ, തം അങ്ങ്, സ്വശക്തിയ തൻ്റെ ആ മായാശക്തിയാൽ ശക്തി കൊണ്ട്, സൃഷ്ടം സൃഷ്ടിക്കപ്പെട്ട, ചതുർവിധം 4 പ്രകാരത്തിലുള്ള ഇതം പുരം ഈ ശരീരത്തെ, ആത്മാംശകേന ആത്മാംശത്തോടെ, അനുപ്രവിഷ്ട അനുപ്രവേശിച്ചവനായിട്ട്, അന്തഃ ആ ശരീരത്തിനുള്ളിൽ, സന്തം നിന്നുകൊണ്ട്, സാരഘം തേനീച്ചകൾ സ്വരൂപിച്ച എന്നർത്ഥം. സാരഘം എന്ന് പറഞ്ഞാൽ തേനീച്ചകൾ സ്വരൂപിച്ച മധു ഇവ ആ തേനിനെ എന്ന പോലെ, യഹ യാതൊരാൾ ആ ഭോഗങ്ങളെ, ഋഷീകൈഹി ആ ഇന്ദ്രിയങ്ങളാൽ, ഭുങ്ക്തേ അനുഭവിക്കുന്നുവോ, തം അതിനെ, പുരുഷം ജീവാത്മാവായിട്ട്, വിദുഹു അറിയുന്നു. ഒന്നും കൂടി പറയാം. അധോ പിന്നെ, ത്വം അങ്ങ്, സ്വശക്തിയ തൻ്റെ ആ മായാശക്തിയാൽ, സൃഷ്ടം സൃഷ്ടിക്കപ്പെട്ട, ചതുർവിധം 4 പ്രകാരത്തിലുള്ള ഇതം പുരം ഈ ശരീരത്തെ, ആത്മാംശകേന ആത്മാംശത്തോടെ, അനുപ്രവിഷ്ട അനുപ്രവേശിച്ചവനായിട്ട്, അന്തഃ ആ ശരീരത്തിനുള്ളിൽ സ്വന്തം നിന്നുകൊണ്ട്, സാരഘം തേനീച്ചകൾ സ്വരൂപിച്ച മധു ഇവ തേനിനെ എന്ന പോലെ, യഹ യാതൊരാൾ ഭോഗങ്ങളെ, ഋഷീകൈഹി ഇന്ദ്രിയങ്ങളാൽ, ഭുങ്ക്തേ അനുഭവിക്കുന്നുവോ, തം അതിനെ, പുരുഷം ജീവാത്മാവായിട്ട്, വിദുഹു അറിയുന്നു. അതിലത്തെ അന്വയം വന്നിട്ട്, അധോ ത്വം സ്വശക്തിയാ സൃഷ്ടം ചതുർവിധം ഇദം പുരം ആത്മാംശകേന അനുപ്രവിഷ്ട, അന്തഃ സന്തം സാരഘം മധു ഇവ യഹ ഋഷീകൈഹി ഭുങ്ക്തേ തം പുരുഷം വിദുഹു. എന്നുകൂടി പറയാം. അധോ ത്വം സ്വശക്തിയാ സൃഷ്ടം ചതുർവിധം ഇദം പുരം ആത്മാംശകേന അനുപ്രവിഷ്ടം, അന്തഃ സന്തം സാരഘം മധു ഇവ യഹ ഋഷീകൈഹി ഭുങ്ക്തേ തം പുരുഷം വിദുഹു. പിന്നെ ആ അങ്ങ് തൻ്റെ മായാശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ആ 4 പ്രകാരത്തിലുള്ള ഈ ശരീരത്തെ ആത്മാംശത്തോടെ അനുപ്രവേശിച്ചവനായിട്ട്, ആ ശരീരത്തിനുള്ളിൽ നിന്നുകൊണ്ട് തേനീച്ചകൾ സ്വരൂപിച്ച തേനിനെ എന്ന പോലെ ഭോഗങ്ങളെ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നുവോ അതിനെ ആ ജീവാത്മാവായിട്ട് അറിയണം. അപ്പോൾ പറഞ്ഞു, മായയെ അവലംബിച്ച അനേക രൂപങ്ങളോട് കൂടിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവനും, സർവതന്ത്ര സ്വതന്ത്രനും, ഭേദബുദ്ധി എന്നൊന്നില്ലാത്തവനും, എന്നാൽ അങ്ങനെയുണ്ടെന്ന് തോന്നിക്കുന്നവനും, നിർവികാരനുമായിട്ട് ആ ഈശ്വരനെ ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ആത്മദുസ്ഥം എന്നാൽ ആത്മാവിൽ അങ്ങയിൽ യാതൊന്നും പ്രവർത്തിപ്പാൻ കഴിവില്ലാത്തവൾ, ആ പഞ്ചഭൂതങ്ങൾ, ദശേന്ദ്രിയങ്ങൾ, അന്ധക്കരണം ഇവയോടുകൂടി കാണപ്പെടുന്ന ആ സഗുണ ബ്രഹ്മത്തെ വൈദിക താന്ത്രിക കർമ്മങ്ങളിൽ വിദഗ്ധരായവർ ശ്രദ്ധയോടും അനേകം ക്രിയകളോടും കൂടി അഭീഷ്ടസിദ്ധിക്കായിക്കൊണ്ട് വിധിയാവണ്ണം യജിക്കുന്നു. അങ്ങനെ ആ നിന്തിരുവടി ഏകനും ആദ്യനുമായ പുരുഷനാണ്. അപ്പോൾ തന്നിൽ ലീനമായി പ്രവർത്തിച്ചിരിക്കുന്ന മായയെ ഉണർത്തി
സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾക്ക് അധീന ആക്കി. അങ്ങനെ ആ ത്രിഗുണങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് ക്ഷോഭം വന്നപ്പോൾ മഹത്തത്വം, അഹങ്കാരം എന്നിവയും ആകാശം, വായു, തേജസ്, ജലം, പൃഥ്വി എന്നിവയും ദേവന്മാർ, ഋഷികൾ, ഭൂതഗണങ്ങൾ മുതലായവയും സൃഷ്ടിക്കപ്പെട്ടു. ഈ സൃഷ്ടിക്രമം തൃതീയത്തിലും മറ്റും വിസ്തരിച്ചിട്ടുണ്ട്. തൻ്റെ ശക്തിയാൽ 4 വിധം ജീവജാലങ്ങളെ സൃഷ്ടിച്ച് അവയുടെ ശരീരങ്ങളിൽ ജീവസ്വരൂപേണ പ്രവേശിച്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആ തേനീച്ചകൾ മധുവെന്ന പോലെ ആ വിഷയങ്ങളെ അനുഭവിക്കുന്നു. അപ്രകാരമുള്ള ആ ഭോക്താവായിട്ട് പുരുഷനെ ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ജരായുജം, അണ്ഡജം, ഉദ്ഭിജം, സ്വേദജം ഇവയാണ് ആ ചതുർവിധത്തിലുള്ള സൃഷ്ടി. ഇതിൻ്റെ മുമ്പത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശ്ലോകങ്ങളിൽ. അപ്പോൾ ജരായുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിച്ചുണ്ടാവുന്നത് ആയുള്ള സൃഷ്ടികൾ. പിന്നെ അണ്ഡജം എന്ന് പറഞ്ഞാൽ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന സൃഷ്ടികൾ. പിന്നെ ഉദ്ഭിജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന വൃക്ഷലതാദികൾ, ഉദ്ഭിജം. പിന്നെ സ്വേദജം, വിയർപ്പിൽ നിന്നുമുണ്ടാവുന്ന കൊതുക്, മൂട്ട തുടങ്ങിയ ഇവയെപ്പറ്റി തൃതീയത്തിലും മറ്റും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുരം എന്നാൽ ശരീരം എന്നാണ് അർത്ഥം. പുരത്തിൽ പ്രവേശിച്ചവൻ പുരുഷൻ. പുരുഷഃ പുരീഷാദ പുരീഷയ പൂരയതേർവാ എന്ന് ആ യാസ്കനിരുക്തത്തിൽ പറയുന്നുണ്ട്. എന്താ പറയണ? പുരം എന്നുള്ളതിനർത്ഥം പുരുഷഃ പുരീഷാദ പുരീഷയ പൂരയതേർവാ എന്നൊക്കെ പറയുന്നുണ്ട്. ശരീരത്തിന് കർത്തൃത്വം, ജീവാത്മാവിന് ഭോക്തൃത്വം, പരമാത്മാവിന് സാക്ഷിത്വം എന്നാണ് കാണിക്കുന്ന ശ്രുതിവാക്യം. ശരീരത്തിന് കർത്തൃത്വം, അതുപോലെ ജീവാത്മാവിനാണ് ആകട്ടെ അത് ഭോക്തൃത്വം, പരമാത്മാവിനോ അത് സാക്ഷിത്വം. ഇതാണ് ശ്രുതിവാക്യത്തിൽ ശ്രീധരാചാര്യർ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. തഥാച ശ്രുതി തയോർ അന്യഃ പിപ്പലം സ്വാദ്വത്യനശ്നന്യോഭി അന്യോഭി ശാഗതീതി ഇതി പൂർവാർദ്ധം ദ്വാസുപർണാ സയുജാ സഖായ സമാനം വൃക്ഷം പരിഷത്സു ജായതേ. ഋഗ്വേദത്തിൽ പറയുന്നതാണ് ഈ മന്ത്രങ്ങൾ. അപ്പോൾ ഒരു വൃക്ഷത്തിൽ സമാനങ്ങളായിരിക്കുന്ന 2 പക്ഷികൾ ഇരിക്കുന്നു. അതിൽ ഒന്ന് ഫലം ഭക്ഷിക്കുന്നു, മറ്റേത് നോക്കി നിൽക്കുക മാത്രം ചെയ്യുന്നു. ഇവിടെ വൃക്ഷം ശരീരം, അതായത് കർത്താവ്, ഫലം തിന്നുന്ന പക്ഷി, അതായത് ജീവാത്മാവ്, ഭോക്താവ്. മറ്റേ പക്ഷി പരമാത്മാവ് കേവലം സാക്ഷിത്വേന വർത്തിക്കുന്ന ദ്രഷ്ടാവ്. കർമ്മം ചെയ്യുന്നത് ശരീരം, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആണ് കർമ്മം ചെയ്യുന്നത്. അതിൻ്റെ ഫലം അനുഭവിക്കുന്നതാകട്ടെ അത് ജീവാത്മാവാണ്. പരമാത്മാവ് അഥവാ ഈശ്വരൻ ശരീരമാകുന്ന വൃക്ഷത്തിലിരിക്കുന്നുവെങ്കിലും കർമ്മം ചെയ്യുകയോ അതിൻ്റെ ഫലം അനുഭവിക്കുകയോ ചെയ്യാതെ ഇതിനെല്ലാം സാക്ഷിയായിട്ട് മാത്രം വർത്തിക്കുന്നു. ഇതും മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈശ്വരൻ ചതുർവിധ സൃഷ്ടി ചെയ്ത് ആ ശരീരങ്ങളിൽ ജീവാത്മാവായിട്ട് പ്രവേശിച്ച് കർമ്മഫലം അനുഭവിക്കുന്നു. അതേ ഈശ്വരൻ തന്നെ പരമാത്മാവായിട്ട് പ്രവേശിച്ച് കേവലം സാക്ഷിത്വേന വർത്തിക്കുന്നു എന്ന തത്വം ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഈ ശ്ലോകങ്ങൾ കൊണ്ട് പറയുന്നു. അപ്പോൾ ഇത് 64-ാമത്തെ ശ്ലോകം. അങ്ങ് തന്നെയാണ് ആ മായയാൽ സൃഷ്ടിക്കപ്പെട്ട 4 തരത്തിലുള്ള ശരീരങ്ങളിലും അന്തര്യാമിയായിട്ട് പ്രവേശിച്ചിരിക്കുന്നത്. യാതൊരാൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ മക്ഷികങ്ങളാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചകളാൽ സമ്പാദിക്കപ്പെട്ട തേനെന്ന പോലെ നിസ്സാര വിഷയസുഖം അനുഭവിക്കുന്നു. ആ ശരീരാന്തർഭാഗത്തുള്ള ആ ചിതാഭാസനെ ജീവൻ എന്ന് പറയുന്നു. അപ്പോൾ സ്വശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ജരായുജം, അണ്ഡജം, സ്വേദജം, ഉദ്ഭിജം എന്ന ആ ഭേദത്താൽ 4 വിധമായിരിക്കുന്ന ശരീരങ്ങളിൽ ഭഗവാൻ ആത്മാംശത്താൽ അന്തര്യാമിയായിട്ടും പ്രവേശിച്ചിരിക്കുന്നു. അതിൽ ജീവൻ തേനീച്ചകൾ ശേഖരിച്ചു വെച്ചുണ്ടാക്കുന്ന തേൻ എന്ന പോലെ നിസ്സാരങ്ങളായും തുച്ഛങ്ങളായും ക്ഷണികങ്ങളുമായിരിക്കുന്ന വിഷയസുഖങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന മുഖങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നു. നിത്യാനന്ദ സ്വരൂപത്തിൽ ആ അന്തർഭാഗത്തിൽ വിളങ്ങുന്ന ആന്തര്യാമിയെ തത്വജ്ഞാനികൾ
ആ പരമപുരുഷനായിട്ട് അറിയുകയും ചെയ്യുന്നു. ഇങ്ങനെ ജീവരൂപേണ വിഷയസുഖങ്ങളെ ഇന്ദ്രിയദ്വാരാ ഭുജിക്കുന്നവർ ജനന മരണങ്ങൾക്ക് അധീനമായവർ. വൈരാഗ്യഭക്തി സഹിതരായിട്ട് അന്തര്യാമിയെ അറിയുന്നവർ ജീവൻ മുക്തന്മാർ. ഇന്ദ്രിയദ്വാരാ ഭുജിക്കുന്നവർ ജനനമരണങ്ങൾക്ക് അധീനന്മാർ. വൈരാഗ്യഭക്തി സഹിതരായിട്ട് അന്തര്യാമിയെ അറിയുന്നവർ ജീവൻ മുക്തന്മാർ. ഈശ്വരൻ നിത്യമുക്തൻ. അവിദ്യാസംബന്ധം ബന്ധത്തിനും വിദ്യാസംബന്ധം മുക്തിക്കും കാരണം. വിദ്യ എന്ന ഭേദം നിമിത്തം ജീവൻ ഈശ്വരൻ എന്ന വ്യവഹാരം ഏർപ്പെട്ടിരിക്കുന്നു. രണ്ടിൻ്റെയും ലയത്തിൽ ഭഗവാൻ ഏകൻ മാത്രം നിത്യാനന്ദ സ്വരൂപനായിട്ട് നിരന്തരം വിളങ്ങുന്നു എന്നുള്ള ആ പരമാർത്ഥത്തെ ഇവിടെ സൂചിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. ഹേ ഈശ, അല്ലയോ ഈശ്വര, ത്വം അങ്ങ് ശക്തിയാ സൃഷ്ടം, അങ്ങയുടെ ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ചതുർവിധം പുരം, 4 വിധത്തിലുള്ള ആ ശരീരം, അതിൽ സ്വാംശേന സ്വന്തം അംശത്തെ കൊണ്ട് പ്രവിഷ്ട, അതിൽ പ്രവേശിച്ചവനാകുന്നു അവിടുന്ന്. എന്നിട്ട് അധസ്ത്വാം പുരീഷു, അങ്ങനെ ആ പുരത്തിൽ ശയനാൽ, ആ ശരീരത്തിൽ ശയിക്കുന്നതിനാൽ പുരുഷം വിദുഹു, ജീവാത്മാവ് എന്ന് പറയുന്നു. അങ്ങനെ അനുപ്രവേശിച്ചിട്ട് ആ ശരീരത്തിൽ പ്രവേശിച്ച് അവിടെ ശയിക്കുന്നത് കൊണ്ട് പുരുഷം വിദുഹു, പുരുഷനായിട്ട് പറയപ്പെടുന്നു, അതായത് ജീവാത്മാവായിട്ട് പറയുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം. ഹേ ഈശ, അല്ലയോ ഈശ്വര, ത്വം ശക്തിയാ സൃഷ്ടം, അവിടുന്ന് അങ്ങയുടെ ശക്തി കൊണ്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ട ചതുർവിധം പുരം, 4 വിധത്തിലുള്ള ആ ശരീരങ്ങളിൽ സ്വാംശേന പ്രവിഷ്ട, സ്വന്തം അംശത്താൽ പ്രവിഷ്ടമായിട്ട്, അധസ്ത്വാം, അതിൽ, പുരീഷു, ആ ശരീരത്തിൽ അന്തര്യാമിയായിട്ട് അവിടെ ശയിക്കുന്നതിനാൽ പുരുഷം വിദുഹു, ജീവാത്മാവായിട്ട് അവിടുത്തെ അറിയപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ അന്വയം വന്നിട്ട് ഒന്നുകൂടി വ്യാഖ്യാനം വന്നിട്ട് ഒന്നുകൂടി പറയാം. ഹേ ഈശ, ത്വം ശക്തിയാ സൃഷ്ടം ചതുർവിധം പുരം സ്വാംശേന പ്രവിഷ്ട, അധസ്ത്വാം പുരീഷു ശയനാത് പുരുഷം വിദുഹു എന്നുള്ളതാണ് ഇത് പറയുക. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 65-ാമത്തെ ശ്ലോകം. സയേവ ലോകാനതിചണ്ഡവേഗോ വികർഷസിത്വം ഖലു കാലയാനഃ ഭൂതാനി ഭൂതൈരനുമേയ തത്വാ ഘനാവലിർ വായുരിവാ വിഷഹ്യഃ. സയേഷ ലോകാനതിചണ്ഡവേഗോ വികർഷസിത്വം ഖലു കാലയാനഃ ഭൂതാനി ഭൂതൈരനുമേയ തത്വോ ഘനാവലിർ വായുരിവാ വിഷഹ്യഃ. അപ്പോൾ ആ വല്ലാത്ത ആ ശക്തിയുള്ള അതിചണ്ഡവേഗ, വല്ലാത്ത ശക്തിയുള്ള വേഗത്തോടും, അവിഷഹ്യ, തടുത്തു നിൽക്കാനാവാത്ത വിധം ആ അന്യനോട് ഉപമിക്കുവാൻ പറ്റാത്തവനും ആയിരിക്കുന്ന ഈ അങ്ങ് തന്നെ ആണ് വായു, കാറ്റ് മേഘസമൂഹത്തെ എന്നോണം ആ ജീവജാലങ്ങളെ ഉലച്ചുകൊണ്ട് ലോകങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. സ ഏഷ, ആ ഭഗവാൻ തന്നെ, ലോകാൻ അതിചണ്ഡവേഗോ, ഈ ലോകത്തെ വളരെ വല്ലാത്ത ശക്തിയുള്ള വേഗതയോടും, വികർഷസി, എന്താ വികർഷസി എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് ആകർഷിക്കുന്നു. ത്വം ഖലു അങ്ങ് തന്നെ, കാലയാനഹ, അങ്ങ് തന്നെയാണ് ഈ ജീവജാലങ്ങളെ ഉലച്ചുകൊണ്ട്, ഈ സൃഷ്ടികളെ ഉലച്ചുകൊണ്ട് എന്നാണ് കാലയാനഹ, ഉലച്ചുകൊണ്ട്, ഭൂതാനി, ഈ ഭൂതങ്ങളെ, ഈ ജീവജാലങ്ങളെ, ഭൂതൈരനുമേയ തത്വോ, അത് അന്യനോട് ഉപമിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള
വേഗതയോടും, അതാണ് അതിചണ്ഡ വേഗോ. അതുപോലെ തടുത്തു നിൽക്കാനാവാത്തവനും, പിന്നെ അനുമേയ തത്വ, അന്യനോട് ഉപമിക്കാൻ പറ്റാത്തവനും ആയിരിക്കുന്ന ആ അങ്ങ് തന്നെയാണ് ആ വായു, ആ കാറ്റ്. മേഘസമൂഹത്തെ എന്ന വണ്ണം, കാറ്റ് മേഘസമൂഹത്തെ എന്നവണ്ണം, എങ്ങനെയാണോ കാറ്റ് മേഘസമൂഹങ്ങളെ ആട്ടി പോകുന്നത്, അതുപോലെ ആ ഭൂതങ്ങളെ, ആ ജീവജാലങ്ങളാൽ ജീവജാലങ്ങളെ ഉലച്ചുകൊണ്ട് ആ ലോകങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. അതിചണ്ഡ വേഗ, വല്ലാത്ത ശക്തിയുള്ള വേഗതയോടും, അവിഷഹ്യ, അടുത്തു നിൽക്കാനാകാത്തവനും, അവിഷഹ്യ എന്ന് പറഞ്ഞാൽ അടുത്തു നിൽക്കാനാകാത്തവനും, അനുമേയ തത്വ, അന്യനോട് ഉപമിക്കാൻ പറ്റാത്തവനും ആയിരിക്കുന്ന സ ഏഷ ത്വം ഖലു, ആ ഈ അങ്ങു തന്നെ, സ ഏഷ ത്വം ഖലു, ആ ഈ അങ്ങു തന്നെ, വായുഹു കാറ്റ്, ഘനാവലീഹി മേഘസമൂഹത്തെ, ഇവ എന്നോണം, ഭൂതൈഹി ജീവജാലങ്ങളാൽ, ഭൂതാനി ജീവജാലങ്ങളെ, കാലയാനഹ ഉലച്ചുകൊണ്ട്, ലോകാൻ ലോകങ്ങളെ, വികർഷസി തന്നിലേക്ക് ആകർഷിക്കുന്നു. എന്നുകൂടി പറയാം. അതിചണ്ഡ വേഗ, വല്ലാതെ ശക്തിയുള്ള വേഗതയോടും, അവിഷഹ്യ അടുത്തു നിൽക്കാനാകാത്ത വിധം, അനുമേയ തത്വ അന്യനോട് ഉപമിക്കാൻ പറ്റാത്തവനുമായ, സഹ ഏഷത്വം ഖലു ആ ഈ അങ്ങു തന്നെ, വായു കാറ്റ്, ഘനാവലീഹി മേഘസമൂഹത്തെ, ഇവ എന്നോണം, ഭൂതൈഹി ജീവജാലങ്ങളാൽ, ഭൂതാനി ജീവജാലങ്ങളെ, കാലയാനഹ ഉലച്ചുകൊണ്ട്, ലോകാൻ ലോകങ്ങളെ, വികർഷസി തന്നിലേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ അന്വയം. അതിചണ്ഡവേഗ അവിഷഹ്യ അനുമേയതത്വ സഹ ഏഷ ത്വം ഖലു വായു ഘനാവലീഹി ഇവ ഭൂതൈഹി ഭൂതാനി കാലയാനഃ ലോകാൻ വികർഷസി. ഒന്നുകൂടി പറയാം. അതിചണ്ഡവേഗ അവിഷഹ്യ അനുമേയതത്വ സഹ ഏഷ ത്വം ഖലു വായു ഘനാവലീഹി ഇവ ഭൂതൈഹി ഭൂതാനി കാലയാനഃ ലോകാൻ വികർഷസി. അവല്ലാത്ത ശക്തിയുള്ള വേഗതയോടും തടുത്തു നിൽക്കാനാവാത്തവനും അന്യനോട് ഉപമിക്കാൻ പറ്റാത്തവനുമായിരിക്കുന്ന ആ ഈ അങ്ങു തന്നെ, ആ കാറ്റ് മേഘസമൂഹത്തെ എന്നോണം ആ ജീവജാലങ്ങളാൽ ജീവജാലങ്ങളെ ഉലച്ചുകൊണ്ട് ലോകങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ ആ സൃഷ്ടികർത്താവായിട്ട് വർത്തിച്ച അങ്ങു തന്നെ സംഭരിക്കുകയും ചെയ്യുന്നു. അസഹ്യമായിരിക്കുന്ന വേഗതയോടും പ്രയാസപ്പെട്ട ആ ഊഹിപ്പിച്ചെടുക്കാൻ പറ്റാത്ത വിധം കഴിയാവുന്ന ശക്തിയോടുകൂടിയവനായിട്ടും അങ്ങുന്ന് ഭൂതങ്ങളെ പരസ്പരം ചലിപ്പിക്കുന്നു. കാറ്റ് മേഘങ്ങളെ എന്നോണം ആ ചലനശക്തിയാൽ ഭൂതങ്ങളെയെല്ലാം ഛിന്ന ഭിന്നമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലോകങ്ങളെ തന്നിലേക്ക് ആകർഷിച്ച് സംഭരിക്കുന്നു. അപ്പോൾ അലക്ഷ്യ സ്വരൂപനും വേഗവാനുമായിരിക്കുന്ന ഭഗവാൻ ആ കൊടുങ്കാറ്റ് മേഘസമൂഹങ്ങളെ എന്ന പോലെ ആ ഭൂതങ്ങളെ കൊണ്ട് ഭൂതങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് സർവവും സംഹരിക്കുന്നു. അപ്പോൾ ആ ലോകങ്ങളെ സൃഷ്ടിച്ച് ആ ജീവൻ രൂപേണ അതിൽ വസിക്കുന്ന നിന്തിരുവടി തന്നെ ആരാലും തടുക്കുവാൻ കഴിയാത്ത ഗതിവേഗത്തോടു കൂടിയ ആ കാലസ്വരൂപനായിട്ട് ആ ലോകങ്ങളെയും ഭൂതങ്ങളെയും പ്രാണിവർഗങ്ങളെയും ഭൂതങ്ങളെ കൊണ്ടു തന്നെ അഗ്നി ജലം മുതലായ പഞ്ചഭൂതങ്ങളെ കൊണ്ടും വാതപിത്ത കഫങ്ങൾ എന്ന് പറയപ്പെടുന്ന ത്രിദോഷങ്ങളെ കൊണ്ടും നശിപ്പിക്കുന്നു. മേഘങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്ത ശക്തിയോടുകൂടിയ ആ ചണ്ഡമാരുതൻ മേഘനിരകളെ അടിച്ചു പറപ്പിക്കുന്നത് പോലെ നിന്തിരുവടി സകല ഭൂതങ്ങളെയും 4 ഭാഗത്തും ചലിപ്പിച്ച് നശിപ്പിക്കുന്നു. ഇപ്രകാരം നിന്തിരുവടിയെ സാധാരണന്മാർ കാണുന്നതും ഇല്ല. അങ്ങനെ തത്വജ്ഞന്മാർ അങ്ങനെയുള്ള ആ ശക്തിയെ നശിപ്പിക്കുവാനുള്ള സാമർഥ്യത്തെ ഊഹത്താൽ അറിയാവുന്നതേയുള്ളൂ. അപ്പം ഇതിൻ്റെ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ സകാലവാഹനസ്ത്വം
ആ ഭഗവാൻ കാലവാഹനസ്ത്വം ഭൂതൈർഭൂതാനി സംഹരസി, കാലവാഹനൻ ആയിട്ട് കാലം എന്നുള്ള ആ ശക്തിയോട് ചേർന്നിട്ട് ആ ഭൂതങ്ങളെ കൊണ്ട് തന്നെ സംഹരിക്കുന്നു അർത്ഥം. സ കാലവാഹനസ്ത്വം ഭൂതൈർഭൂതാനി സംഹരസി എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം. സ കാലവാഹനസ്ത്വം ഭൂതൈർഭൂതാനി സംഹരസി എന്നുള്ളതാണ് അതിലത്തെ ആ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 66-ാമത്തെ ശ്ലോകം. പ്രമത്തമുച്ചൈരിതി കൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാഭിപദ്യസേ ക്ഷുല്ലേലിഹാനോ ഹിരി ഇവാഖുമന്തകഃ. പ്രമത്തമുച്ചൈരിതി കൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാഭിപദ്യസേ ക്ഷുല്ലേലിഹാനോ ഹിരിവാഖും അന്തകഃ. അപ്പം യാതൊരു ആ പ്രമാദം കൂടാത്തവനും അതുപോലെ അന്തകനും ആയിരിക്കുന്ന അങ്ങ് ആ വിഷയങ്ങളിൽ അത്യധികം ആസക്തനായും ആ ലഭിച്ചതിൽ തൃപ്തനാകാതെയും വേണ്ടത് വേണ്ട വിധം ചെയ്യേണ്ടതിനെ പറ്റിയുള്ള ചിന്തയാൽ ആ സ്വബുദ്ധി നശിച്ചവനും ആയിട്ടുള്ളവരെ വിശന്ന് നാവ് നക്കുന്ന ആ പാമ്പ് വിശന്ന് നാവ് നക്കുന്ന ആ പാമ്പ് എലിയെ എന്ന പോലെ പെട്ടെന്ന് ആ ചാടിപ്പിടിക്കുന്നു. പ്രമത്തമുച്ചൈരിതി കൃത്യചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാഭിപദ്യസേ ക്ഷുല്ലേലിഹാനോഹിർ ഇവാഖുമന്തകഃ. അപ്പം യാതൊരു പ്രമാദവും കൂടാത്തവനും അപ്രമത്ത അന്തകനും ആയിരിക്കണ ത്വം അങ്ങ് വിഷയേഷു ആ വിഷയങ്ങളിൽ അത്യധികം ആസക്തനായിട്ടും വിഷയേഷു ഉച്ചൈഹി ലാലസം വിഷയങ്ങളിൽ അത്യധികം ആസക്തനായിട്ടും പ്രവൃദ്ധലോഭം ലഭിച്ചതിൽ തൃപ്തനാകാതെയും പ്രവൃദ്ധലോഭം ഇങ്ങനെ ഇതികൃത്യ ചിന്തയാ വേണ്ടത് വേണ്ട വിധം ചെയ്യേണ്ടതിനെ പറ്റിയുള്ള ആ ചിന്തയാൽ സ്വബുദ്ധി നശിച്ചവനും ആയവനെ എങ്ങനെ ആ വിശന്ന് നാവ് നക്കുന്ന ക്ഷുല്ലേലിഹാന വിശന്ന് നാവ് നക്കുന്ന അഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ്, ആഖും ഇവ എലിയെ എന്ന പോലെ, ആഖും ഇവ എന്ന് പറഞ്ഞാൽ എലിയെ എന്ന പോലെ പെട്ടെന്ന് തന്നെ അഭിപദ്യസെ ചാടിപ്പിടിക്കുന്നു എന്നാ പറയുന്നത്. അപ്പം ഇതാ പദങ്ങൾ അപ്രമത്ത യാതൊരു പ്രമാദവും കൂടാത്തവനും അന്തകനും ആയിരിക്കണ ത്വം അങ്ങ് വിഷയേഷു വിഷയങ്ങളിൽ ഉച്ചൈഹി അത്യധികം ലാലസം ആസക്തനായിട്ടും പ്രവൃദ്ധലോഭം ലഭിച്ചതിൽ തൃപ്തനാവാതെയും ഇതികൃത്യ ചിന്തയാ വേണ്ട വിധം ചെയ്യേണ്ടതായതിനെ പറ്റിയുള്ള ചിന്തയാൽ പ്രമത്തം സ്വബുദ്ധി നശിച്ചവനും ആയവനെ ക്ഷുല്ലേലിഹാനഹ വിശന്ന് നാവ് നക്കുന്ന അഹിഹി പാമ്പ് ആഖും ഇവ എലിയെ എന്ന പോലെ സഹസാ പെട്ടെന്ന് അഭിപദ്യസേ ചാടിപ്പിടിക്കുന്നു. ഒന്നും കൂടി പറയാം. അപ്രമത്ത യാതൊരു പ്രമാദവും കൂടാത്തവനും അന്തകനും ആയ ത്വം അങ്ങ് വിഷയേഷു വിഷയങ്ങളിൽ ഉച്ചൈഹി അത്യധികം ലാലസം ആസക്തനായിട്ടും പ്രവൃദ്ധലോഭം ലഭിച്ചതിൽ തൃപ്തനാകാതെയും ഇതികൃത്യ ചിന്തയാ വേണ്ട വിധം ചെയ്യേണ്ടതിനെ പറ്റിയുള്ള ചിന്തയാൽ പ്രമത്തം സ്വബുദ്ധി നശിച്ചവനും ആയവനെ ക്ഷുല്ലേലിഹാനഹ വിശന്ന് നാവ് നക്കുന്ന അഹിഹി പാമ്പ് ആഖും ഇവ എലിയെ എന്ന പോലെ സഹസാ പെട്ടെന്ന് അഭിപദ്യസെ ചാടിപ്പിടിക്കുന്നു. ഇതിലത്തെ അന്വയം വന്നിട്ട് അപ്രമത്ത അന്തകഃ ത്വം വിഷയേഷു ഉച്ചൈഹി ലാലസം പ്രവൃദ്ധലോഭം ഇതികൃത്യ ചിന്തയാ പ്രമത്തം ക്ഷുല്ലേലിഹാനഃ അഹിഹി ആഖും ഇവ സഹസാ അഭിപദ്യസേ. ഒന്നുകൂടി പറയാം. അപ്രമത്ത അന്തകഃ ത്വം വിഷയേഷു ഉച്ചൈഹി ലാലസം പ്രവൃദ്ധലോഭം ഇതികൃത്യ ചിന്തയാ പ്രമത്തം
ക്ഷുത് ലേലിഹാനഹ അഹിഹി ആഖും ഇവ സഹസ അഭിപദ്യസേ. യാതൊരു പ്രമാദവും കൂടാത്തവനും അന്ധകനും ആയിരിക്കുന്ന അങ്ങ് ആ വിഷയങ്ങളിൽ അത്യധികം ആസക്തനായും ലഭിച്ചതിൽ തൃപ്തനാകാതെയും വേണ്ടത് വേണ്ടവിധം ചെയ്യേണ്ടതിനെ പറ്റിയുള്ള ചിന്തയാൽ സ്വബുദ്ധി നശിച്ചവനുമായവനെ വിശന്ന് നാവ് നക്കുന്ന പാമ്പ് എലിയെ എന്ന പോലെ പെട്ടെന്ന് ചാടി പിടിക്കുന്നു. അപ്പോൾ സൃഷ്ടികർത്താവായിട്ട് വർത്തിച്ച അങ്ങ് തന്നെ സംഹരിക്കുകയും ചെയ്യുന്നു എന്നുണ്ട്. അസഹ്യമായിരിക്കുന്ന വേഗതയോടും പ്രയാസപ്പെട്ട് ഊഹിച്ചെടുക്കാൻ മാത്രം കഴിയാവുന്ന ശക്തിയോട് കൂടിയവനായുള്ള അങ്ങ് ഭൂതങ്ങളെ പരസ്പരം ചലിപ്പിക്കുന്നു. കാറ്റ് മേഘങ്ങളെ എന്നോണം ആ ചലനശക്തിയാൽ ഭൂതങ്ങളെയെല്ലാം ഛിന്ന ഭിന്നമാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ലോകങ്ങളെ തന്നിലേക്ക് ആകർഷിച്ച് സംഹരിക്കുന്നു. ഗോളങ്ങൾ തമ്മിലുള്ള ആകർഷണ ശക്തി നശിച്ച് അവ പരസ്പരം ഇടിച്ചാണ് പ്രപഞ്ചത്തിൻ്റെ അന്ത്യം എന്നർത്ഥം. അപ്പോൾ ഭൂതങ്ങളെ കൊണ്ട് നശിക്കുന്നു അതിൽ പറഞ്ഞു. അങ്ങനെ ആ വിഷയാസക്തി കൊണ്ട് ഇന്നത് ചെയ്യാം എന്നെല്ലാമുള്ള അമനോരാജ്യത്തിൽ മുഴുകി സ്വബോധം നശിച്ചവനായിട്ടും കിട്ടിയതൊന്നും പോരാതെ അത്യാഗ്രഹിയായിട്ടും കഴിയുന്ന ആ വിഷയലമ്പടന്മാരെ നാവു നീട്ടി ഇരയെ കാത്തു കിടക്കുന്ന സർപ്പം എലിയെ എന്ന പോലെ യാതൊരു പ്രമാദവും ബാധിച്ചിട്ടില്ലാത്തവനായിരിക്കുന്ന അന്ധകൻ പെട്ടെന്ന് തന്നെ പിടികൂടുന്നു. ഒന്നുകൂടി പറയാം. അങ്ങനെ ലോകത്തെ തന്നിലേക്ക് ആകർഷിച്ച് സംഹരിക്കുന്നു. ഗോളങ്ങൾ തമ്മിലുള്ള ആകർഷണ ശക്തി നശിച്ചിട്ട് അവ പരസ്പരം ഇടിച്ചാണ് പ്രപഞ്ചത്തിൻ്റെ അന്ത്യമെന്ന് പറഞ്ഞു. വിഷയാസക്തി കൊണ്ട് ഇന്നത് ചെയ്യാം എന്നെല്ലാമുള്ള മനോരാജ്യത്തിൽ മുഴുകി സ്വബോധം നശിച്ചവനായിട്ട് കിട്ടിയതൊന്നും പോരാതെ അത്യാഗ്രഹിയായിട്ട് കഴിയുന്ന വിഷയലമ്പടന്മാരെ നാവ് നീട്ടി ഇരയെ കാത്തു കിടക്കുന്ന സർപ്പം എലിയെ എന്ന പോലെ യാതൊരു പ്രമാദവും ബാധിച്ചിട്ടില്ലാത്തവനായിരിക്കുന്ന ആ അന്ധകൻ പെട്ടെന്ന് തന്നെ പിടികൂടുന്നു. വിഷയങ്ങളെ അനാസക്തമായും അതുകൊണ്ട് തന്നെ പിന്നെയാകട്ടെ എന്ന ചിന്തയാൽ പ്രമത്തമായും എത്ര കിട്ടിയാലും പോരെന്ന ചിന്ത കലർന്നും ഉള്ള ആ പ്രാണി സമൂഹത്തെ കാലസ്വരൂപനായിരിക്കുന്ന അങ്ങ് വിശപ്പ് സഹിക്കാതെ നാവ് പുറത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സർപ്പം എലിയെ എന്ന പോലെ പെട്ടെന്ന് ചെന്ന് പിടികൂടുന്നു. അപ്പോൾ ശബ്ദസ്പർശാദി വിഷയങ്ങളിൽ അതീവ താല്പര്യം ഉള്ളവനും ഈ പ്രവൃത്തി ചെയ്താൽ ഈ സുഖം സിദ്ധിക്കും എന്നിങ്ങനെയൊക്കെയുള്ള ആ ചിന്തയിൽ മുങ്ങിയിരിക്കുകയാൽ സർവത്തെയും സംഹരിക്കുന്ന ആ കാലസ്വരൂപനായിരിക്കുന്ന ഇന്ദ്രിയപടിയെപ്പറ്റി സ്മരിപ്പാൻ പോലും അവസരം ലഭിക്കാതെ ഒരു സുഖം സിദ്ധിച്ചു കഴിഞ്ഞ ഉടനെ മറ്റൊരു സുഖത്തെ ഗ്രഹിക്കുന്ന ആ ലോഭാവേശത്താൽ ഏറ്റവും പ്രമത്തനും ആയിരിക്കുന്നവനെ ഇത്തരക്കാർ അടങ്ങിയിരിക്കുന്ന ലോകത്തെ അവൻ്റെ ആ കർമാവസാന ക്ഷണത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന അന്ധകസ്വരൂപനായിരിക്കുന്ന നിന്ദ്രുവടി ഭക്ഷണപദാർത്ഥങ്ങളെ ശേഖരിച്ചു വയ്ക്കുവാൻ ബന്ധപ്പെട്ടുകൊണ്ട് മാളത്തിനുള്ളിലേക്ക് പാഞ്ഞു പോകുന്ന എലിയെ മാർഗമധ്യത്തിൽ വെച്ച് കണ്ടുമുട്ടിയ സർപ്പം വിശന്നു കുഴങ്ങുന്ന തൻ്റെ ആഹാരമാക്കി തീർക്കുന്നത് പോലെ വിചാരിക്കാതിരിക്കുന്ന സമയത്തിൽ നശിപ്പിക്കുവാനായിട്ട് അരികത്ത് ചെന്ന് ചേരുന്നു. അപ്പോൾ ഇതിൻ്റെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. കാലസ്വരൂപസ്ത്വം, കാലസ്വരൂപനായിരിക്കുന്ന അങ്ങ്, പ്രമത്തം, ആ പ്രമാദിക്കുന്ന കാമുകം, ഗ്രസസി, ആ കാമങ്ങളിൽ ആ പ്രമത്തനായിരിക്കുന്ന പ്രമാദിച്ചു കൊണ്ടിരിക്കുന്ന സർപ്പോ മൂഷക നിവ, സർപ്പം ആ എലിയെ പിടിക്കുന്നത് പോലെ വന്ന് ആ ജീവാത്മാവിനെ പിടിക്കണു. കാലസ്വരൂപസ്ത്വം, കാലസ്വരൂപനായിരിക്കുന്ന അങ്ങ്, പ്രമത്തം, ആ പ്രമാദിച്ചു കൊണ്ടിരിക്കുന്ന കാമുകം, ആ കാമ്യനായിരിക്കണ ആ ജീവാത്മാവിനെ ഗ്രസസി, ഗ്രസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുന്നു. എങ്ങനെ? സർപ്പോ മൂഷക, സർപ്പം മൂഷകമിവ, സർപ്പോ മൂഷകമിവ, സർപ്പൻ മൂഷികനെ പിടിക്കുന്നത് പോലെ. അപ്പോൾ കാലസ്വരൂപസ്ത്വം
പ്രമത്തം കാമുകം ഗ്രസസി സർപ്പോ മൂഷകമിവ എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 67ാമത്തെ ശ്ലോകം. കസ്ത്വൽപദാബ്ജം വിജഹാതി പണ്ഡിതോ യസ്ത്വേവമാനവ്യയമാനകേതന വിശങ്കയാസ്മദ്ഗുരുരർച്ചതി വിനോപപത്തിം മനവശ്ചതുർദശ. കസ്ത്വൽപദാബ്ജം വിജഹാതി പണ്ഡിതോ യസ്ത്വേവമാനവ്യയമാനകേതന വിശങ്കയാസ്മദ്ഗുരുരർച്ചതി സ്മയദ്വിനോപപത്തിം മനവശ്ചതുർദശ. ഞങ്ങളുടെ ആ ഗുരു, ആ ബ്രഹ്മദേവൻ ആ ശങ്ക വിട്ടിട്ട് യാതൊന്നിനെ ആരാധിച്ചുവോ, ആ യുക്തിവാദത്തിന് അടിമപ്പെടാതെ ആ 14 മനുക്കളും ആരാധിച്ചിരുന്നുവോ, അങ്ങനെയുള്ള ആ ഭഗവത് പാദാരവിന്ദത്തെ ഇന്ദിരവടിയുടെ ആ അവമാനത്താൽ ക്ഷതം വരുന്ന ശരീരത്തോടു കൂടിയിരിക്കുന്ന ഏതൊരു വിവേകിയാണ് ആ ഭഗവാന്റെ ശരീരത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ചോദിക്കുക. കസ്ത്വത്പദാബ്ജം, ആരാണ് അങ്ങയുടെ പദങ്ങളെ വിജഹാതി, അങ്ങയുടെ പദങ്ങളെ ആരാണ് ഉപേക്ഷിക്കുക? പണ്ഡിതോ, പണ്ഡിതന്മാരായിട്ടുള്ളവർ. യസ്ത്വേവമാനവ്യയമാനകേതന, ആ അങ്ങയുടെ ആ അവമാനത്താൽ ക്ഷതം വരുന്ന ശരീരത്തോടു കൂടിയിരിക്കുന്ന ഏത് പണ്ഡിതനാണോ, വിവേകിയാണോ അങ്ങയെ ഉപേക്ഷിക്കുക, അങ്ങയുടെ പദങ്ങളെ ഉപേക്ഷിക്കുക. യസ്ത്വേവമാനവ്യയമാനകേതന വിശങ്കയാസ്മദ്ഗുരുരർച്ചതി സ്മയ. ആ എന്തുകൊണ്ടാ? ആ വിശങ്കയ, ശങ്ക വിട്ടിട്ട് യാതൊന്നിനെ ആരാധിച്ചുവോ. ആര്? വിശങ്കയ ആസ്മദ്ഗുരു, ഞങ്ങളുടെ ഗുരു യാതൊന്നിനെ യാതൊരു ശങ്കയും കൂടാതെ അർച്ചിച്ചിരിക്കുന്നുവോ, ആരാധിച്ചിരിക്കുന്നുവോ. സ്മയദ്വിനോപപത്തിം, ആ യുക്തിവാദത്തിന് അടിമപ്പെടാതെ ആ പിന്നാര മനവശ്ചതുർദശ, മനുക്കളും മനവഹ അന്തർചരന്തി സ്മ, മനുക്കളും ആരാധിച്ചിരുന്നുവോ. തത്വയി, അങ്ങനെയുള്ള അങ്ങയുടെ പാദാരവിന്ദത്തെ ആ സ്വന്തം അവമാനത്താൽ ക്ഷതം വരുന്ന ശരീരത്തോടു കൂടിയ ഏതൊരു പണ്ഡിതനാണ് അങ്ങയെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ അസ്മദ് ഗുരുഹു, ഞങ്ങളുടെ ഗുരു ബ്രഹ്മദേവൻ, വിശങ്കയ, ശങ്ക വിട്ടിട്ട്, യാതൊന്നിനെ, യാതൊന്നിനെ അർച്ചതി സ്മ, ആരാധിച്ചുവോ. അതുപോലെ ഉപപത്തിം വിനാ, യുക്തിവാദത്തിനടിമപ്പെടാതെ, ഉപപത്തിം വിനാ, യുക്തിവാദത്തിനടിമപ്പെടാതെ 14 മനവഹ അർച്ചന്തി സ്മ, മനുക്കളും ആരാധിച്ചിരുന്നുവോ. തത് അത്വത്പദാബ്ജം, തത്വത്പദാബ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവത് പാദാരവിന്ദത്തെ തേ, തന്തിരുവടിയുടെ അവമാന വ്യയമാന ഖേതന, അവമാനത്താൽ ക്ഷതം വരുന്ന ശരീരത്തോടു കൂടിയ യഹ കഹ, ഏതൊരു പണ്ഡിത, വിവേകിയാണ്, വിജഹാതി, ഉപേക്ഷിക്കുക. എന്നുകൂടി പറയാം. അസ്മദ് ഗുരുഹു, ഞങ്ങളുടെ ഗുരു ആ ബ്രഹ്മദേവൻ, വിശങ്കയാ, ശങ്ക വിട്ടിട്ട്, യാതൊന്നിനെ അർച്ചതിസ്മ, ആരാധിച്ചുവോ. ഉപപത്തിം വിനാ, യുക്തിവാദത്തിന് അടിമപ്പെടാതെ 14 മനവഹ അർച്ചന്തി സ്മ, മനുക്കളും ആരാധിച്ചു വരുന്നുവോ. തത്വത്പദാബ്ജം, ആ ഭഗവത് പാദാരവിന്ദത്തെ തേ, നിന്തിരുവടിയുടെ അവമാന വ്യയമാനകേതന, അവമാനത്താൽ ക്ഷതം വരുന്ന ശരീരത്തോടു കൂടിയ യഹ കഹ, ഏതൊരു പണ്ഡിത, വിവേകിയാണ്, വിജഹാതി, ഉപേക്ഷിക്കുക. അതിലത്തെ അന്വയം വന്നിട്ട് അസ്മദ് ഗുരുഹു വിശങ്കയാ യത് അർച്ചതി സ്മ ഉപപത്തിം വിനാ 14 മനവഹ അർച്ചന്തി സ്മ തത്വത്പദാബ്ജം തേ അവമാന വ്യയമാനകേതനഃ യഹ കഹ പണ്ഡിതഃ വിജഹാതി എന്നാണ് വരുന്നത്. എന്നുകൂടി പറയാം. അസ്മദ് ഗുരുഹു വിശങ്കയാ യത് അർച്ചതി സ്മ വിനാ ഉപപത്തിം വിനാ 14 മനവഃ
അർച്ചന്തി സ്മ തത് ത്വത്പദാബ്ജം തേ അവമാന വ്യയമാനകേതനഃ യഹ കഹ പണ്ഡിതഃ വിജഹാതി. ഞങ്ങളുടെ ഗുരു ആ ബ്രഹ്മദേവൻ ശങ്ക വിട്ട് യാതൊന്നിനെ ആരാധിച്ചുവോ, അതുപോലെ യുക്തിവാദത്തിന് അടിമപ്പെടാതെ 14 മനുക്കളും ആരാധിച്ചു വരുന്നുവോ, ആ ഭഗവത്പാദാരവിന്ദത്തെ നിന്തിരുവടിയുടെ ആ അവമാനത്താൽ ക്ഷതം വരുന്ന ശരീരത്തോടു കൂടിയ ഏതൊരു പണ്ഡിതനാണ്, വിവേകിയാണ് ഉപേക്ഷിക്കുക? അങ്ങയെ അവമാനിക്കുകയാണെങ്കിൽ ആ ശരീരത്തിന് ക്ഷതം സംഭവിക്കും എന്ന സത്യം മനസ്സിലാക്കിയിരിക്കുന്ന ഏതൊരു വിവേകിയാണ് അങ്ങയുടെ ആ ശ്രീപാദങ്ങളെ ഉപേക്ഷിക്കുക? നമ്മുടെ ഗുരുവായിരിക്കുന്ന ബ്രഹ്മദേവൻ യാതൊരു ശങ്കയും കൂടാതെ ഭഗവത്പാദ സേവ ചെയ്യുന്നു. അതിനെപ്പറ്റി യുക്തിവാദം ചെയ്യാതെ 14 മനുക്കളും അതിനെ തന്നെ അനുകരിക്കുന്നു. അപ്പോൾ ബ്രഹ്മൻ, ഞങ്ങളുടെ പരമഗുരുവായിരിക്കുന്ന ബ്രഹ്മാവ് പോലും നാശഭയത്താൽ യാതൊന്ന് ആരാധിക്കുന്നുവോ, 14 മനുക്കളും യുക്തിവാദം ചെയ്യാതെ യാതൊന്നിനെ ആരാധിച്ചുവോ, അങ്ങനെയുള്ള അങ്ങയുടെ ആ പാദത്തെ ആദരിക്കാതെ വ്യർത്ഥമായി നശിപ്പിച്ചു പോകുന്ന ശരീരത്തോടു കൂടിയ മനുഷ്യൻ കുറച്ചൊരു വിവേകമുള്ളവനാണെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുക? അപ്പം ഹേ ഭഗവൻ, നിന്തിരുവടിയെ ആദരിക്കാതെ ഇരിക്കുന്ന അവരെല്ലാവരും നാശത്തിന് അധീനന്മാരാണെന്നുള്ള അറിവുള്ള ഏതൊരു വിദ്വാനാണ് അങ്ങയുടെ പാദപത്മത്തെ സേവിക്കാതിരിക്കുക? വിവേകമുള്ള ഏതൊരുവനും സേവിക്കും നിശ്ചയം. ഞങ്ങളുടെ ഗുരുവായിരിക്കുന്ന ശ്രീരുദ്രനും നാശഭയ നിമിത്തം ആ പാദത്തെ സേവിച്ചു തന്നെ ഇരിക്കുന്നു. അനുഭവജ്ഞാനം ഇല്ലെങ്കിലും പരമ്പരാക്രമത്തെ അനുസരിച്ച് 14 മനുക്കളും ആ പാദാരവിന്ദത്തെ തന്നെ യാതൊരു യുക്തി വാദവും ഇല്ലാതെ തന്നെ ആരാധിച്ചു വരുന്നു എന്നാണ് അതിൽ പറയുന്നത്. അപ്പം അതിലത്തെ അന്വയം വ്യാഖ്യാനം അധസ്തവ ചരണകമലം, അതുകൊണ്ട് അങ്ങയുടെ ചരണകമലം കസ്ത്യജേ, ആർക്കാണ് ത്യജിക്കാൻ പറ്റുക? യം, അതിനെ ബ്രഹ്മാദയോർച്ചന്തി, ബ്രഹ്മാദികൾ പോലും അർച്ചിച്ചു കൊണ്ടിരിക്കുന്നു. സ്മ, ഇത്രയേ ഉള്ളൂ. അധസ്തവ, അതുകൊണ്ട് അങ്ങയുടെ ചരണകമലം, അധസ്തവ ചരണകമലം കസ്ത്യജേത്, ആർക്കാണ് ത്യജിക്കാൻ പറ്റുക? ബ്രഹ്മാദയോർച്ചന്തി സ്മ, ബ്രഹ്മാദികൾ പോലും അതിനെ അർച്ചിക്കുന്നു. അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് അധസ്തവ ചരണകമലം കസ്ത്യജേത് യം ബ്രഹ്മാദയോർച്ചന്തി സ്മ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം വരുന്നത്. ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.